വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫിയാണ് കേട്ടോ പഠിക്കണേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കും ബേർഡ് സാങ്ച്വറിയൊക്കെ ഇന്ത്യയിൽ പഠിച്ചില്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രോജക്ട് ടൈഗർ, പ്രോജക്ട് എലിഫന്റ്, അതുപോലെ തന്നെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബയോസ്ഫിയർ റിസർവുകളെ കുറിച്ച്. ആ ഭാഗമൊക്കെ പഠിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യയിലെ പ്രോജക്ട് ടൈഗർ അല്ലെങ്കിൽ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ 1973 നമ്മൾ ഇന്ത്യയിൽ പ്രോജക്ട് ടൈഗർ ആരംഭിക്കണേ. 1973 ആരംഭിക്കുന്നത്. 1973 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നമ്മൾ പ്രോജക്ട് ടൈഗർ ആരംഭിക്കണേ എന്ന് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് പ്രോജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോജക്ട് ടൈഗർ ആരംഭിച്ചത്. 1973-74 കാലഘട്ടത്തില് ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ 9 നമ്മുടെ ഇന്ത്യയുടെ ഏരിയയിലുള്ള 9 കടുവാ സങ്കേതങ്ങളിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. അപ്പൊ ആദ്യം തന്നെ 9 കടുവാ സങ്കേതങ്ങളിൽ പദ്ധതി തുടങ്ങിയിട്ട് ഇപ്പോ 58 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. എത്ര ഉണ്ട്? 58 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ മൊത്തം എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ ഇന്ത്യയിലെ പ്രോജക്ട് ടൈഗർ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഒരു നാഷണൽ പാർക്കിലാണ്. ആ നാഷണൽ പാർക്കിന്റെ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. എന്താണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് കേട്ടോ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് നമ്മൾ തുടങ്ങിയത്? കടുവ സംരക്ഷണ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യൻ കടുവ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജിം കോർബറ്റിനെയാണ് അല്ലെ. അപ്പോ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ആദ്യം ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ മുമ്പത്തെ പേരുകൾ ഏതൊക്കെയായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ള ആൾക്കാർ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. 2 പേരുകൾ അതിന് വേറെ ഉണ്ടായിരുന്നു, പിന്നീടാണ് ജിം കോർബറ്റ് എന്ന പേരിലായത്. അപ്പൊ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥ ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റിനെയാണ് കേട്ടോ. അങ്ങനെ ദേശീയ മൃഗമായി നമ്മൾ കടുവയെ അംഗീകരിച്ച വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1972 വരെ ആരായിരുന്നു നമ്മുടെ സിംഹമായിരുന്ന? 72 മുതലാണ് ദേശീയ മൃഗമായിട്ട് റോയൽ ബംഗാൾ ടൈഗർ വന്നത്. ടൈഗറിന്റെ ശാസ്ത്രീയ നാമം പാന്ത്ര ടൈഗ്രിസ് എന്നാണ്. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇതൊക്കെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ജിം കോർബറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ കടുവ സങ്കേതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ഇൻട്രോ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോവാൻ വിചാരിച്ചു. അങ്ങനെ നമ്മള് 9 കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ, അതായത് 9 നാഷണൽ പാർക്കുകളിൽ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറികളിലായിട്ട് ഈ കടുവ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ന് 58 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആദ്യത്തേത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്, ആദ്യത്തെ ഇന്ത്യയിലെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയില് ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏതാണ്? ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാന്ന് ചോദിച്ചാൽ നാഗാർജുന സാഗർ ശ്രീശൈലം. ഏതാണ്? നാഗാർജുന സാഗർ ശ്രീശൈലം ട്ടോ. നാഗാർജുന സാഗർ ശ്രീശൈലമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്, ഏറ്റവും വലുത്. ഇനി ഏറ്റവും ചെറുത് എന്ന് ചോദിക്കുകയാണെങ്കിലോ, ചെറിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബോർ ടൈഗർ റിസർവ് ആണ്. ഏതാണ്? ബോർ ടൈഗർ റിസർവ് ആണ്. ബോർ ടൈഗർ റിസർവ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ബോർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. നാഗാർജുനൊക്കെ ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ബോർ മഹാരാഷ്ട്രയിലാണ്. ഇനി 58ാമത്തെ ഇന്ത്യയിലെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? മാധവ് കടുവാ സംരക്ഷണ കേന്ദ്രം, മാധവ് ടൈഗർ റിസർവ് ആണ്. മാധവ് ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മാധവ് ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഈ കടുവകൾക്കിടെ സെൻസസ് എടുക്കൂലേ, അങ്ങനെ കടുവകളുടെ സെൻസസ് എടുക്കുന്ന പരിപാടിക്ക് നമ്മൾ വിളിക്കുന്നത് പഗ്മാർക്ക് എന്നാണ്. എന്താണ്? പഗ്മാർക്ക് എന്നാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പരിപാടിക്ക് വിളിക്കുന്ന പേര്. എന്താണ്? പഗ്മാർക്ക് എന്നാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേര്. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാണ്, വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1973 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. 1973-74 കാലഘട്ടത്തില് 9 ഇന്ത്യയില് 9 സ്ഥലങ്ങളിലാണ് കടുവാ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. 9 സ്ഥലങ്ങളിൽ കടുവാ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ജിം കോർബറ്റ് ആണ് ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ആദ്യത്തെ കടുവാ
സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ശ്രീശൈലം, ഏറ്റവും ചെറുത് ബോറാണ്. 58ാമത്തത്, നിലവിൽ 58 ഉണ്ട്, 58ാമത്തത് മാധവ് ടൈഗർ റിസർവ് ആണ് മധ്യപ്രദേശില്. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പരിപാടിക്ക് നമ്മൾ പഗ്മാർക്ക് എന്ന് വിളിക്കുന്നു. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29 1972 മുതൽ 72 വരെ ആരായിരുന്നു നമ്മുടെ എന്താ പറയാ സിംഹമായിരുന്നു അല്ലെ. സിംഹത്തിന്റെ പാന്തര ലിയോ എന്ന് പറഞ്ഞിട്ട്, സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തര ലിയോ. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ കടുവയെ നമ്മുടെ എന്താ പറയാ ദേശീയ മൃഗമായിട്ട് സെലക്ട് ചെയ്തു. കടുവയുടെ പാന്തര ടൈഗ്രിസ് എന്നാണ് ശാസ്ത്രീയ നാമം. എന്താണ്? പാന്തര ടൈഗ്രിസ്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ? അതായത് ഇന്ത്യ ഫാക്സിന്റെ ക്ലാസ്സിൽ അതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പ്രോജക്ട് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാന്ന് പറയും? നമ്മൾ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാന്ന് പറയും. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രോജക്ട് ടൈഗറിനെ കുറിച്ച് തുടക്കം നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറേയധികം ഈ 58 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുടെയും പേര് പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമല്ലല്ലോ. അപ്പൊ പ്രധാനപ്പെട്ടത് നമ്മളിപ്പോ കേരളത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ, പെരിയാറും പറമ്പിക്കുളവും കേരളത്തിലെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുടെ പേര് പഠിച്ചു നോക്കിയാൽ, ഒന്ന് ബന്ദിപ്പൂർ ആണ്. ബന്ദിപ്പൂർ എവിടെയാണ്? കർണാടകയിലാണ്. ബന്ദിപ്പൂർ കർണാടക. അതുപോലെ തന്നെ നാഗർഹോള. നാഗർഹോള എവിടെയാണ്? നാഗർഹോളയും കർണാടകയാണ്. അപ്പൊ ബന്ദിപ്പൂർ, നാഗർഹോള എന്ന് പറയുന്ന 2 ടൈഗർ റിസർവുകളും എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗർ റിസർവുകളാണ് ബന്ദിപ്പൂർ, നാഗർഹോള എന്ന് പറയുന്നത്. ഇനി അടുത്തത് തമിഴ്നാട്ടില് ഒന്ന് ആനമലൈ, അടുത്തത് മുതുമലൈ. എന്താണ്? ആനമലൈ. ആനമലൈ എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്. അതുപോലെ തന്നെ മുതുമലൈ എന്ന് പറയുന്ന ടൈഗർ റിസർവ് ഉണ്ട്. മുതുമലൈ എന്ന് പറയുന്നത് ഉണ്ട്. അതുപോലെ തന്നെ സത്യമംഗലം ഉണ്ട്. ഇതൊക്കെ തമിഴ്നാട് സംസ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ആണ്. ഇത് മൂന്നും എവിടെയാണ്? തമിഴ്നാട്ടിലുള്ള ടൈഗർ റിസർവുകളാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൻഹ. കൻഹ എവിടെയാണ്? കൻഹ മധ്യപ്രദേശിലാണ്. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പന്ന വജ്രഖനി കേട്ടിട്ടില്ലേ നിങ്ങൾ? പന്നയും മധ്യപ്രദേശിൽ തന്നെയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, സരിസ്ക എന്ന് പറയുന്ന ടൈഗർ റിസർവ് രാജസ്ഥാനിലാണ്. സരിസ്ക എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇത് നാഷണൽ പാർക്കും വന്യജീവി സങ്കേതങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെയാണ്. മനാസ് എവിടെയാന്നാ പറഞ്ഞേ? മനാസ് ആസാമിലാണ്. അതുപോലെ തന്നെ പലമാവു. ഏതാണ്? പലമാവു ജാർഖണ്ഡിലാണ്. പലമാവു ടൈഗർ റിസർവ് എവിടെയാണ്? ജാർഖണ്ഡിലെ ടൈഗർ റിസർവ് ആണ് ഏത്? പലമാവു എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് സിംലിപാൽ എന്ന് പറയുന്നത്. സിംലിപാൽ ഒഡീഷയിലെ ഒരു ടൈഗർ റിസർവ് ആണ്. ഒഡീഷയിലെ ടൈഗർ റിസർവ് ആണ് സിംലിപാൽ എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുന്ദർബൻ എവിടെ അറിയാലോ? സുന്ദർബൻ ടൈഗർ റിസർവ് ആണെന്ന് ഓർത്തു വയ്ക്കുക. സുന്ദർബൻ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. സുന്ദർബൻ വെസ്റ്റ് ബംഗാളിലാണ്. ഇന്നലെ പറഞ്ഞ തന്നെയാണ് വാത്മീകി ടൈഗർ റിസർവ് എവിടെയാണ്? ബീഹാറിലാണ്. വാത്മീകി ടൈഗർ റിസർവ് എവിടെയാണ്? ബീഹാറിലാണ്. അതുപോലെ തന്നെ അടുത്തത് കാസിരംഗ അല്ലെ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടതാണ് കാസിരംഗ എന്ന് പറഞ്ഞു. കാസിരംഗ ഒരു ടൈഗർ റിസർവും കൂടിയാണ്. കാസിരംഗ എവിടെയാണ്? ആസാമിലാണ്. കാസിരംഗ എവിടെയാണ്? ആസാമിലാണ്. അപ്പോ എല്ലാം 58 എണ്ണവും പഠിക്കാന്നുള്ളതല്ല, പ്രധാനപ്പെട്ടത് കുറച്ചെണ്ണം പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ ഞാൻ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ബോർ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ 58ാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഏതാണ്? മാധവാണ്. 58ാമത്തെ ഏതാണ്? മാധവാണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു പെരിയാറും പറമ്പിക്കുളം കേരളത്തിലെയാണ്. അതുപോലെ ബന്ദിപ്പൂർ കർണാടക, നാഗർഹോള കർണാടക, ആനമലൈ, മുതുമലൈ, സത്യമംഗലം തുടങ്ങിയവ തമിഴ്നാട്ടിലെ ടൈഗർ റിസർവുകളാണ്. കൻഹ, പന്ന തുടങ്ങിയവ മധ്യപ്രദേശിലെ ടൈഗർ റിസർവ് ആണ്. സരിസ്ക രാജസ്ഥാനിലെ ഒരു ടൈഗർ റിസർവ് ആണ്. മനാസ് ആസാമിലെ ടൈഗർ റിസർവ് ആണ്. പലമാവു ജാർഖണ്ഡിലെ ടൈഗർ റിസർവ് ആണ്. സിംലിപാൽ ഒഡീഷയിലെ ടൈഗർ റിസർവ് ആണ്. സുന്ദർബൻ വെസ്റ്റ് ബംഗാളിലെ ടൈഗർ റിസർവ് ആണ്. വാൽമീകി ബീഹാറിലെ ടൈഗർ റിസർവ് ആണ്. കാസിരംഗ ആസാമിലെ ടൈഗർ റിസർവ് ആണ്. 1973 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി എന്ന കാലത്താണ് പ്രോജക്ട് ടൈഗർ അല്ലെ, വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി തുടങ്ങിയത് 73-74 കാലഘട്ടത്തിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 9 കടുവാ സങ്കേതങ്ങളിൽ ഈ പദ്ധതി ആരംഭിക്കുന്നു.
ഇന്നത് 58 കടുവാ സങ്കേതങ്ങളിലായിട്ട് നീണ്ടു കിടക്കുന്നു അല്ലെ. ഇനി എന്താ പറയണേ, ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഒന്നും കൂടെ പറയാണ്. ഏതാണ് ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം? ജിം കോർബറ്റ് കടുവാ സംരക്ഷണ കേന്ദ്രം എന്നാണ്. കടുവാ ദിനം എന്നാണെന്ന് പറഞ്ഞ അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29 കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? മധ്യപ്രദേശ് ആണ്. നമ്മുടെ റോയൽ ബംഗാൾ ടൈഗർ ആണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. 72 വരെ ആരായിരുന്നു എന്ന് പറയേണ്ടത്? സിംഹമായിരുന്നു. പിന്നീടാണ് റോയൽ ബംഗാൾ ടൈഗർ, പാന്ത്രാ ടൈഗ്രിസ് എന്നുള്ളതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം, നമ്മുടെ എന്തായി മാറിയത്? ദേശീയ മൃഗമായിട്ട് മാറിയത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കടുവാ സംരക്ഷണ പദ്ധതിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്ത പ്രോജക്റ്റ് എലിഫന്റ് ആണ്. ഈ പ്രോജക്റ്റ് എലിഫന്റ് 1992 നമ്മൾ പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, വംശനാശ ഭീഷണി നേരിടുന്നതാണ്. അപ്പൊ ആനകളുടെയും ആവാസ വ്യവസ്ഥയുടെയും ഒക്കെ എന്താ പറയാ, സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെയാണ് പ്രോജക്റ്റ് എലിഫന്റ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ ഇന്ത്യയില് പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചു. ആദ്യം ആരംഭിച്ചത് എവിടെയാണ്? സിംഭം. ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചത് എവിടെയാണ്? സിംഭം ആണ്. സിംഭം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചത്. അങ്ങനെ ഫസ്റ്റ് പ്രോജക്റ്റ് എലിഫന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എലിഫന്റ് റിസർവ് സിംഭം ആണെങ്കിൽ ഇന്ത്യയിലെ 33ാമത്തെ എലിഫന്റ് റിസർവ് ഏതാണെന്ന് ചോദിച്ച ടെറായി ആണ്. എന്താണ് 33ാമത്തത്? ടെറായി ആണ്. UP-യിലെ ടെറായി ആണ് 33ാമത്തത്. ഇനി ഒരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന, കേരളത്തിന്റെ സംസ്ഥാന മൃഗമാണ് ആന. അതുപോലെ തന്നെ എലിഫാസ് മാക്സിമസ് എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. 2010 മുതലാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായത് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് അല്ലെ. കേരളത്തിലെ എലിഫന്റ് റിസർവുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാത്ത കുട്ടികൾ വീണ്ടും ഒന്ന് ഓർത്തു വെക്കുക. എലിഫന്റ് റിസർവുകളെ കുറിച്ചൊക്കെ കേരളത്തിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ എലിഫന്റ് റിസർവുകൾ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ പ്രോജക്റ്റ് എലിഫന്റ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രോജക്റ്റ് എലിഫന്റിനെ കുറിച്ച് പറഞ്ഞത്. 1992 ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചു. ആദ്യം ആരംഭിച്ചത് സിംഭം. എവിടെയാണ്? സിംഭം. 33ാമത്തെ ഏതാണ്? ഉത്തർപ്രദേശിലെ ഏതാണ്? ടെറായി ആണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. 2010 എന്ത് ഇന്ത്യയില് നമ്മുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ തെരഞ്ഞെടുത്തത് എന്നും നമ്മൾ അല്ലെങ്കിൽ അംഗീകരിച്ചത് എന്നും ഓർക്കുക. ഇനി അതുപോലെ തന്നെ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള വേറൊരു ഭാഗമാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ ബയോസ്ഫിയർ റിസർവുകളെ കുറിച്ച്, ബയോസ്ഫിയർ റിസർവ് എന്താണ്, അല്ലെങ്കിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറഞ്ഞാൽ യുനെസ്കോന്റെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്, യുനെസ്കോന്റെ ഒരു പ്രോഗ്രാമാണ് മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ചതാണ് ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവിന്റെ പേര് ഏതാന്ന് ചോദിച്ചാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. നീലഗിരി എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരെണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് തമിഴ്നാട്, അതുപോലെ തന്നെ കേരളം, അതുപോലെ തന്നെ കർണാടക, 3 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഓർത്തു വെക്കാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. തമിഴ്നാടും കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരണേന്ന് മനസ്സിലാക്കുക. നീലഗിരി ബയോസ്ഫിയർ റിസർവ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. വന്ന വർഷം 1986 ആണ്. 1986. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ചോദിക്കണേ വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ചോദിക്കണേ വെച്ചാൽ ഗ്യാൻ ഭാരതി എന്ന് പേര് പറയണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവിന്റെ പേര് ഗ്യാൻ ഭാരതി. ഗ്യാൻ ഭാരതി എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതിയാണ്. ഗ്യാൻ ഭാരതി ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവിന്റെ പേര്, ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിബ്രു സെക്കോവ എന്ന് പറയും. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ദിബ്രു സെക്കോവ. ദിബ്രു സെക്കോവ എവിടെയാണ്? ആസാമിലാണ്. ഏറ്റവും ചെറുത് ദിബ്രു സെക്കോവയാണ്. ദിബ്രു സെക്കോവ എവിടെയാണ്? ആസാമിലാണെന്ന് ഓർത്തു വെക്കാം. ഇനി ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ റിസർവ്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മെറൈൻ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ഗൾഫ് ഓഫ് മാന്നാർ ആണ്. ഏഷ്യയിലെ ആദ്യത്തെ മെറൈൻ ബയോസ്ഫിയർ റിസർവ് ഗൾഫ് ഓഫ് മാന്നാർ ആണ്. ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ഇവിടെ കാണപ്പെടുന്നു, തൂത്തുക്കുടിയിലാണ്. ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ റിസർവ് ആണ്
എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ യുനെസ്കോ വിഭാവനം ചെയ്ത മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നീലഗിരിയാണ്. 86-ലാണ് അതിനെ ബയോസ്ഫിയർ റിസർവായി ഡിക്ലെയർ ചെയ്തത്. ഏറ്റവും വലുത് ഗുജറാത്തിലെ ഗ്യാൻ ഭാരതി, ഏറ്റവും ചെറുത് ആസാമിലെ ദിബ്രു സെക്കോവ. ഇനി ഏഷ്യയിലെ തന്നെ എന്താ പറയാ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ റിസർവ് ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യയിലെ 18 ബയോസ്ഫിയർ റിസർവിൽ 18ാമത്തെ ബയോസ്ഫിയർ റിസർവ് പന്നയാണ്. പന്ന മധ്യപ്രദേശിലാണ്. 18ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? പന്നയാണ്. പന്ന മധ്യപ്രദേശിലാണെന്ന് ഓർക്കാം. ഇനി നമ്മള് എന്താ പറയാ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അഗസ്ത്യമല അല്ലെ, കേരളത്തിൽ നിന്നും യുനെസ്കോന്റെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഇത് കേരളം പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു ാണ് കേരളത്തിലെ വനങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോ. ഇനി 18 ബയോസ്ഫിയർ റിസർവ് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് ഓർത്തു വെച്ചോളോ, ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഒന്ന് നോക്രക്ക്, മുമ്പ് പറഞ്ഞത് ഞാൻ പറയുന്നില്ല. അപ്പൊ നോക്രക്ക് എവിടെയാന്ന് പറയാം. നോക്രക്ക് മേഘാലയ. അപ്പൊ നോക്രക്ക് ബയോസ്ഫിയർ റിസർവ് കാണപ്പെടുന്ന മേഘാലയയിലാണ്. നോക്രക്ക് മേഘാലയ. ഇനി അടുത്ത് നന്ദാദേവി ഉണ്ട്. നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഉത്തരാഖണ്ഡിൽ. അപ്പൊ നോക്രക്ക് മേഘാലയ, നന്ദാദേവി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അടുത്തത് മനാസ് എവിടെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആസാമിലാണ്. അടുത്തത് ഗ്രേറ്റ് നിക്കോബാർ. ഗ്രേറ്റ് നിക്കോബാർ എന്ന് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആൻഡമാൻ നിക്കോബാറിലാണ്. ഇനി അടുത്തത് ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട്ടിൽ അല്ലെ, ഗൾഫ് ഓഫ് മാന്നാർ. അടുത്തത് സുന്ദർബൻ എന്നും എവിടെയാന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സുന്ദർബൻ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അടുത്തത് സിംലിപാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. സിംലിപാൽ ഒഡീഷയിലാണ്. അടുത്തത് ദിബ്രു സെക്കോവ, അത് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ചെറുത് ദിബ്രു സെക്കോവയാണ് ആസാമില്. അടുത്തത് ദെഹാങ് ദിബാങ് കേട്ടോ, ദെഹാങ് ദിബാങ് കേട്ടിട്ടുണ്ടോ? ദെഹാങ് ദിബാങ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് ദെഹാങ് ദിബാങ്. അടുത്തത് പച്ച്മാർഹി. ഏതാണ്? പച്ച്മാർഹി മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് പച്ച്മാർഹി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് അറിയുന്നതാണ് കാഞ്ചൻജംഗ എവിടെയാന്ന് പറഞ്ഞു തരണ്ടല്ലോ. കാഞ്ചൻജംഗ എവിടെയാ? സിക്കിമിലാണ് അല്ലെ. അടുത്തത് അഗസ്ത്യമല. നമുക്കറിയാം അഗസ്ത്യമല എവിടെയാണ്? കേരളം അല്ലെ. അഗസ്ത്യമല കേരളമാണ്. അടുത്തത് റാൻ ഓഫ് കച്ച് എവിടെയാ? ഗുജറാത്തിലാണ്. ഇനി അടുത്തത് കോൾഡ് ഡെസർട്ട് എവിടെയാ അറിയോ നിങ്ങൾക്ക്? കോൾഡ് ഡെസർട്ട് ഹിമാചൽ പ്രദേശിലാണ്. ശേഷാചലം ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ശേഷാചലം. ഇനി അച്ചനക്കമർ. എന്താണ് അച്ചനക്കമർ? അമർകണ്ടക് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിലായിട്ട് അച്ചനക്കമർ അമർകണ്ടക്. ഇപ്പൊ നോക്രക്ക് മേഘാലയ, നന്ദാദേവി ഉത്തരാഖണ്ഡ്, മനാസ് ആസാം, ഗ്രേറ്റ് നിക്കോബാർ എവിടെയാ? ആൻഡമാൻ നിക്കോബാർ, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട്, സുന്ദർബൻ വെസ്റ്റ് ബംഗാൾ, സിംലിപാൽ ഒഡീഷ, ദിഹാങ് ദെബാങ് അരുണാചൽ പ്രദേശ്, പച്ച്മാർഹി മധ്യപ്രദേശ്, കാഞ്ചൻജംഗ സിക്കിം, അഗസ്ത്യമല കേരളം, റാൻ ഓഫ് കച്ച് ഗുജറാത്ത്, കോൾഡ് ഡെസർട്ട് ഹിമാചൽ പ്രദേശ്, ശേഷാചലം ആന്ധ്രാപ്രദേശ്, അച്ചനക്കമർ അമർകണ്ടക് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന മേഖല. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, പ്രധാനപ്പെട്ടത് നിങ്ങൾ ഇതൊക്കെ കുറച്ചും കൂടിയും എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട്, സാധാരണ കുറച്ചും കൂടിയും LDC അങ്ങനെയുള്ള പരീക്ഷകൾക്കാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാറ്. എന്നാലും നമ്മൾ ഇതൊക്കെ പഠിച്ചു പോകണം. നമ്മളോട് ചോദിക്കില്ല നമുക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്ത്യയിലെ എന്താ പറയാ ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് ദേശീയോദ്യാനങ്ങള്, വന്യജീവി സങ്കേതങ്ങള്, അതുപോലെ തന്നെ എലിഫന്റ് റിസർവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയുടെ കാര്യം, പ്രോജക്ട് ടൈഗർ, ബയോസ്ഫിയർ റിസർവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 2 ദിവസമായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുവിധം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പോയിന്റുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും നമ്മൾ
ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ, പ്രധാനപ്പെട്ട പോയിന്റുകൾ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.